യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എല്ലാവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തകൾ അതേ ചിന്തിപ്പാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. നമ്മൾ ഈ ചിന്തിക്കുന്ന ചിന്തകൾ, അതേ ദൈവവചനത്തിൻ്റെ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രയോജനപ്പെടുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇത് ലോകത്തിൻ്റെ അന്ത്യത്തോട് അടുക്കുന്നതായ ഒരു കാലഘട്ടമാണ്. ലോകത്തിലെ നേതാക്കൾക്ക്, പൊളിറ്റീഷ്യൻസ് ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യമില്ല. എന്നാൽ വിശുദ്ധ വേദപുസ്തകം വായിക്കുന്ന, ദൈവത്തെ അറിയുന്ന, ദൈവവചനപ്രകാരം ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും പറയാൻ സാധിക്കും, കാലമേറെയില്ല കാഹളനാദം കേൾക്കുവാൻ. കർത്താവിൻ്റെ വരവ് വളരെ അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ ഈ ചിന്തിക്കുന്നതായ ചിന്തകൾ എപ്പോഴും തന്നെ നമുക്ക് ഇന്നത്തെ നമ്മളുടെ ആത്മീകമായ അവസ്ഥയെ ചൂണ്ടിക്കാണിക്കുവാൻ ഉപകരിക്കുന്നതാണ്. അതെ, ഇന്നുള്ള ഈ സാഹചര്യത്തിൽ നമ്മൾ എപ്രകാരമായിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് വ്യക്തമായ നിർദ്ദേശം തരുന്നതായ വേദഭാഗങ്ങളാണ്. ഇന്നലെ നമ്മൾ ചിന്തിച്ചല്ലോ, അതേ ദൂതന്മാർ അതേ പ്രഭാതമായപ്പോൾ ലോത്തിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് അവനോട് പറഞ്ഞു, അതെ നിങ്ങൾ ഈ അകൃത്യത്തിൽ നശിക്കാതിരിപ്പാൻ നിങ്ങൾ വേഗം ഇവിടുന്ന് പോയിക്കൊള്ളുക. പക്ഷേ ഈ കാര്യങ്ങൾ പറഞ്ഞ് അവർ ലോത്തിനെ ബന്ധപ്പെടുത്തുകയായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവൻ വളരെ സാവധാനതയോടുകൂടെ കാര്യങ്ങൾ ചെയ്യുന്നവനായിരുന്നു. അലസനായിരുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമുക്ക് താല്പര്യമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് താല്പര്യമുള്ള സ്ഥലത്തേക്ക് പോകുന്ന പോലെ ഒരു ഉത്സാഹം കാണുകയില്ല. താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഉത്സാഹവും വളരെ കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ സോദോം ഗൊമോറ വിട്ടുപോകുവാൻ, അതായത് ദൈവത്തിൻ്റെ വചനം കേട്ട് ഇവിടെ ഒരു നാശമുണ്ടാകുമെന്ന് കേട്ടിട്ട് പോലും ഈ നാശപട്ടണം വിട്ടുപോകുവാൻ ഉത്സാഹമില്ലാത്തതായ ഒരു ലോത്ത് ഇവിടെ ഉണ്ടെങ്കിൽ, ആ ലോത്ത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇന്ന് സഭ നേരിടുന്നതായ ആത്മീയമായ ആ പ്രശ്നങ്ങളെ തന്നെയാണ്. ഇന്ന് നമുക്കറിയാം, എത്ര പ്രസംഗിച്ചാലും ആളുകൾക്ക് യാതൊരു കുലുക്കവുമില്ല, യാതൊരു മാറ്റവുമില്ല, തീരുമാനങ്ങൾ എടുക്കുകയില്ല. എപ്പോഴും ലാഗ് ചെയ്തു പോകുന്നതായ ജീവിത അനുഭവങ്ങളാണ് പലപ്പോഴും കാണാൻ സാധിക്കുന്നത്. സ്പിരിച്വൽ ഡിസിഷൻസ്, ആത്മീയമായ തീരുമാനങ്ങൾ വളരെ സാവധാനതയോടുകൂടെ എടുക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അവധി വെച്ച് അവയെല്ലാം നീട്ടിവെക്കുന്നതായ അനുഭവങ്ങൾ, ഇതെല്ലാം കാണിക്കുന്നത് ഇന്നത്തെ ലോത്തുമാരെയാണ്. അവർ കേട്ട സന്ദേശം എന്താ? തങ്ങൾ താമസിക്കാൻ പോകുന്നതായി ഈ പട്ടണം അകൃത്യത്തിൽ നശിക്കാൻ പോകുന്നു, തീ കൊണ്ട് വെന്ത് എരിയാൻ പോകുന്നു. പക്ഷേ അതിനോട്, ആ സന്ദേശത്തോട് പ്രതികരിക്കുന്നത് മനസ്സില്ലാ മനസ്സോടെയാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഈ ദൂതന്മാർ പ്രതിനിധീകരിക്കുന്നത് ഇന്ന് സുവിശേഷം പ്രസംഗിക്കുന്നതായ സുവിശേഷകന്മാരെയാണ്. സുവിശേഷകന്മാർ എന്താണ് പ്രസംഗിക്കുന്നത്? ഏതാണ്ട് ഇതേ സന്ദേശം തന്നെയാണ്. ആ സന്ദേശം എന്ന് പറയുന്നത്, ലോകം കത്തിയെരിയാൻ പോകുന്നു, ഈ ആകാശവും ഈ ഭൂമിയും തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു, അതേ കർത്താവിൻ്റെ ദിവസം കടന്നു വരുന്നു എന്നുള്ളതാണ് ഇന്ന് ലോകമെമ്പാടും പ്രസംഗിക്കപ്പെടുന്ന അതേ ഈ വാർണിംഗ് മെസ്സേജ് എന്ന് പറയുന്നത്. ഈ ദൂതന്മാർ ആ സുവിശേഷകന്മാരെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് മാത്രമല്ല, ആ സുവിശേഷകന്മാർ ഈ സുവിശേഷം കേട്ട് അനുസരിക്കുന്ന ആളുകളെ അവർ ശുശ്രൂഷിക്കുന്നത് പോലെ തന്നെ ഇന്ന് ശുശ്രൂഷകന്മാർ, അതേ സുവിശേഷകന്മാർ, ദൈവദാസന്മാർ ഇന്ന് തങ്ങൾ പറയുന്നത് കേൾക്കുന്ന ആളുകളെ ശുശ്രൂഷിക്കേണ്ടവരാകുന്നു എന്നുള്ള ഒരു വലിയ ആത്മീയ സത്യവും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച വാക്യം 15-ാമത്തെ വാക്യമായിരുന്നു. അതേ ഉൽപ്പത്തി പുസ്തകം 19:15. ഉഷസ്സായപ്പോൾ ദൂതന്മാർ ലോത്തിനെ ബന്ധപ്പെടുത്തി, ഈ പട്ടണത്തിന്റെ അകൃത്യത്തിൽ നശിക്കാതിരിപ്പാൻ എഴുന്നേറ്റ് നിന്റെ ഭാര്യയെയും ഇവിടെ കാണുന്ന നിന്റെ 2 പുത്രിമാരെയും കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. നോക്കൂ, ഈ ഒരു ഓഫർ ഈ ദൂതന്മാർ കൊടുക്കുന്നത് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ മനസ്സിലാക്കിയതുപോലെ അബ്രഹാമിൻ്റെ പ്രാർത്ഥനയെ ദൈവം ഓർത്തിട്ടാണ്, അല്ലെങ്കിൽ അബ്രഹാമിനെ ഓർത്തിട്ടാണ് ദൈവം ഈ ലോത്തിനെയും കുടുംബത്തെയും രക്ഷിപ്പാൻ ആഗ്രഹിച്ചത്. അങ്ങനെയാണെങ്കിൽ അബ്രഹാമിൻ്റെ പ്രാർത്ഥന വെറുതെ പോയില്ല. അതേ, തൻ്റെ സഹോദര പുത്രനെയും കുടുംബത്തെയും രക്ഷിപ്പാൻ ഉതകുന്നതായിരുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട സന്ദേശം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സന്ദേശത്തിൻ്റെ അനുസരണമാണ് ഇവരെ വിടുവിപ്പാൻ പ്രാപ്തരാക്കുന്നത്. പക്ഷേ ഇവർക്ക് ഈ സോദോമിൽ വെച്ച് ഈ വചനം കേട്ട് അനുസരിക്കുവാനുള്ള മടിയും മന്ദതയും അലസതയും ഉണ്ടാകുമ്പോൾ ഈ ദൂതന്മാർ അതിന് നടുവിൽ അവരെ സഹായിക്കുന്നവരായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് കാണിക്കുന്നത് നമ്മെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിനെയാണ്. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? കർത്താവ് യേശുക്രിസ്തു പറഞ്ഞല്ലോ, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാനാൽ
കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. അവൻ വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യങ്ങളും വഴി നടത്തും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് ബോധ്യം വരുത്തും. നിങ്ങളെ തൻ്റെ വരവിന് വേണ്ടി അവൻ ഒരുക്കുമെന്നുള്ളത് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് തരുന്നതായ പ്രധാനപ്പെട്ട വാക്തത്വമാണ്. അതുകൊണ്ട് ഇന്ന് പരിശുദ്ധാത്മാവ് ഇതേപോലെ തന്നെ നമ്മെ സഹായിക്കുന്നു എന്നുള്ള കാര്യം ആരും മറന്നു പോകരുത്. അതുകൊണ്ട് എപ്പോഴും ഒരു ദൈവ പൈതൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവൻ ആയിത്തീരണം. അതുകൊണ്ടാണല്ലോ റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. ദൈവത്തിൻ്റെ മക്കളായി അവരെ നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ അവരെ മുന്നോട്ട് നയിക്കുമ്പോൾ അതേ അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നതായ അലസതയോ മന്ദതയോ അതേ ഉത്സാഹക്കുറവോ ഇതിലെല്ലാം തന്നെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പരിശുദ്ധമായ സഹായം എന്നുള്ള ഒരു വലിയ വിഷയം തന്നെയാണ് കേട്ടോ. അതിനർത്ഥം എൻ്റെ ജീവിതത്തിലും ഇതേ കാര്യം തന്നെ ഞാൻ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എനിക്ക് പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പലപ്പോഴും എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ ഒരു പ്രാർത്ഥന ഹൃദയം ഉണ്ടായിരിക്കണമെന്ന് എന്നെ പഠിപ്പിക്കാറുണ്ട്. എന്ത് ചെയ്യണം, എന്ത് തീരുമാനിക്കണം, എങ്ങനെ സംസാരിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകുന്നതായിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു സത്യം തന്നെയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഇന്ന് ഈ പാവലോകത്തിൽ നമ്മെ നിയന്ത്രിക്കുകയും നമ്മെ സഹായിക്കുകയും ചെയ്യുന്നത്. അതേ ഒരു സഹായം നമുക്ക് ഈ ദൂതന്മാരിലൂടെ ഈ ലോത്തിനും കുടുംബത്തിനും ലഭിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. നോക്കൂ, ഇവിടെ ലോത്തിനെ അവർ ബന്ധപ്പെടുത്തി, ഈ പട്ടണത്തിൻ്റെ അകൃത്യത്തിൽ നശിക്കാതിരിപ്പാൻ എഴുന്നേറ്റ് നിന്റെ ഭാര്യയെയും ഇവിടെ കാണുന്ന നിന്റെ 2 പുത്രിമാരെയും കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. 16-ാം വാക്യമാണ് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മളിങ്ങനെ കാണുന്നു, അവൻ താമസിച്ചപ്പോൾ യഹോവ അവനോട് കരുണ ചെയ്യുകയാൽ ആ പുരുഷന്മാർ അവനെയും ഭാര്യയെയും 2 പുത്രിമാരെയും കൈക്ക് പിടിച്ച് പട്ടണത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി ആക്കി. നോക്കൂ, ഇവിടെ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചാണ് ഈ വിശുദ്ധ വേദപുസ്തകം നമ്മളോട് സംസാരിക്കുന്നത്. നോക്കൂ, അവൻ താമസിച്ചപ്പോൾ യഹോവ അവനോട് കരുണ ചെയ്യുകയാൽ ആ പുരുഷന്മാർ, അതായത് യഹോവ ഒരു പുതിയ നിർദ്ദേശം ഈ ദൂതന്മാർക്ക് കൊടുക്കുകയാണ്. അതിൻ്റെ അർത്ഥം ദൂതന്മാർ പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ നിർദ്ദേശാനുസരണമാണ്. ദൂതന്മാർ അവർക്ക് തോന്നിയതുപോലെ അല്ല പ്രവർത്തിക്കുന്നത്, ദൈവത്തിൻ്റെ നിർദ്ദേശാനുസരണമാണ്. അതുപോലെ തന്നെയാണ് നമ്മളും പ്രവർത്തിക്കേണ്ടത്. നമ്മുടെ പ്രവൃത്തി ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കണം. ദൈവം പറയുന്ന പോലെ നമുക്ക് ചെയ്യാൻ കഴിയണം. അങ്ങനെയാണെങ്കിൽ ഈ ദൂതന്മാരോട് ദൈവം എന്താണ് ചെയ്തത്? ഇവിടെ കരുണയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതേ ഈ ലോത്തും തൻ്റെ ഭാര്യ 2 മക്കൾ ഇവർക്ക് ഇവിടുന്ന് പുറപ്പെടുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അവർ സ്വയമായപ്പോൾ അവിടെ സഹായിക്കുവാൻ അതേ ദൈവത്തിന് കരുണ തോന്നി. അതേ ദൂതന്മാർ ഓരോരുത്തരും അതേ ഇവരുടെ കൈക്ക് പിടിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, അവിടെ 2 ദൂതന്മാരുണ്ട്, അവർക്ക് 4 കൈകളുണ്ട്. ഈ 4 കൈകൾ അതേ ഈ 4 പേരെ പിടിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് തെളിയിക്കുന്നത് ദൈവം എപ്പോഴും തൻ്റെ ദൂതന്മാരെ അയക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ്. ഒരുപക്ഷെ ലോത്തിൻ്റെ ആവശ്യമായിരിക്കില്ല ഇവിടുന്ന് രക്ഷപ്പെടുക എന്നുള്ളത്. അങ്ങനെയല്ലേ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്? ലോത്തിനും ലോത്തിൻ്റെ ഭാര്യയ്ക്കും അതേ മക്കൾക്കും ഇവിടുന്ന് പുറപ്പെടുക എന്നുള്ളത് അവരുടെ ആവശ്യമല്ല, മറിച്ച് അബ്രഹാമിനെ ഓർത്ത് ദൈവം കരുണ ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ ആവശ്യമായിരുന്നു അതേ ഇവരെ ഇവിടെ നിന്നും വിടുവിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കരുണ ആവശ്യമാണ്. ഈ ഒരു സമയത്ത് ലോത്തിനെയും തൻ്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും സഹായിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ കരുണയുടെ ഒരു ഭാഗമാണ്. ഇത് നമുക്കറിയാം, ദൈവത്തിൻ്റെ കരുണയാണ് നമ്മെ നിലനിർത്തുന്ന പ്രധാനപ്പെട്ട ഘടകം. നമ്മുടെ വിദ്യാഭ്യാസമല്ല, നമ്മുടെ കുടുംബമല്ല, നമ്മുടെ ജോലിയല്ല, നമ്മുടെ വരുമാനമല്ല, നമ്മുടെ വസ്തുക്കളല്ല നമ്മെ നിലനിർത്തുന്നത്. നോക്കൂ, എത്രയോ പേര് പണമുണ്ടായിട്ടും ആത്മഹത്യയിലേക്ക് നീങ്ങുന്നില്ലേ? എത്രയോ ഭവനങ്ങൾ ഇത്തം പോലെ ഇട്ടുമൂടുവാൻ തക്കതായി പണമുണ്ടെങ്കിലും അവർക്ക് സമാധാനമില്ലാതെ അവർ ജീവിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നാം ജീവിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാലാണെന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അത് സംബന്ധിച്ചുള്ള ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കിട്ട ശേഷം ഇന്നത്തെ ഈ വചനധ്യാനം ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം. അപ്പോൾ ആ മഹാസ്നേഹം എന്നുള്ളത് തൻ്റെ കരുണയാലാണ് ഉണ്ടാകുന്നത്. നമ്മൾ ഓരോരുത്തരും പാപികളായിരുന്നല്ലോ. ഈ പാപിയായ നമുക്ക് സ്വയം രക്ഷ പ്രാപിപ്പാൻ കഴിയില്ലെന്ന് ദൈവത്തിനറിയാം. അതായത് നമ്മൾ ഏതെങ്കിലും പുണ്യപ്രവൃത്തി ചെയ്താൽ നമുക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയത്തില്ല. ഒരു നേർച്ചയോ കാഴ്ചയോ
അതേ ദൂരസ്ഥലങ്ങളിലേക്ക് പദയാത്രയായി പോയി അവിടെ പോയി കാണിക്ക അർപ്പിച്ചോ കുരിശു വരച്ചാലോ എൻ്റെ പാപം നീങ്ങിപ്പോകത്തില്ല, ഞാൻ രക്ഷ പ്രാപിക്കില്ല എന്ന് അറിയാവുന്ന ദൈവം അതേ നമ്മളോട് കരുണ തോന്നിയിട്ട് എന്ത് ചെയ്തു? നമ്മൾ ഇതൊന്നും ചെയ്യാതിരിക്കേണ്ടതിന് നമ്മുടെ സ്ഥാനത്ത് തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ അയച്ച് അവൻ നമുക്ക് പകരമായി ക്രൂശിൽ അതേ മരണം വരിച്ചതിലൂടെ ക്രൂശിക്കപ്പെട്ടതിലൂടെ ആ കരുണയാലുള്ള ആ മഹാസ്നേഹം നമ്മളെ വെളിപ്പെടുത്തി. അതേപോലെ തന്നെയാണ് ഈ നാശപട്ടണം വിട്ടുപോകുവാൻ ദൈവം അവരെ സഹായിക്കുന്നത് ദൂതന്മാർ അവരുടെ കൈക്ക് പിടിക്കുക വഴിയാണ്. ദൈവം അവിടെ നിർദ്ദേശം കൊടുക്കുന്ന ദൈവമായി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. 2 പത്രോസ് 3-9 നമ്മളിങ്ങനെ വായിക്കുന്നു, ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. പലരും ഒരു വെല്ലുവിളി എന്നോളം അല്ലെങ്കിൽ ദൈവനാമത്തെ കളിയാക്കാൻ എന്നോളം ചോദിക്കാറുണ്ട്, എന്തിയേ കർത്താവ്, യേശു വരുമെന്ന് പറഞ്ഞിട്ട് എന്താ വരാത്തത്? 2000 ഞങ്ങൾ പ്രതീക്ഷിച്ചു, 2026 യേശു വരുന്നില്ലല്ലോ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഈ ഒരു വാക്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചിലർ താമസം എന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. ദൈവത്തിന് താമസമൊന്നുമില്ല, ദൈവം താമസം വരുത്തുന്നില്ല. ഏതെങ്കിലും ഒരു ക്രമീകരണം അവിടെ ക്രമീകരിക്കാൻ താമസിക്കുന്നുകൊണ്ടാണ് കർത്താവ് വരാത്തെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച്. അപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം എന്താ? ദൈവത്തിൻ്റെ ആഗ്രഹം ദൈവത്തിന് ആരെങ്കിലും കൊല്ലണമെന്നോ ഇല്ലാതാക്കണമെന്നോ സ്വർഗത്തിൽ കയറ്റാതിരിക്കണമോ എന്നൊന്നുമല്ല. ദൈവത്തിൻ്റെ ആഗ്രഹം എല്ലാവരും മാനസാന്തരപ്പെട്ട് അതെ ആരും നശിച്ചു പോകരുത് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവം നമ്മളോട് ദീർഘക്ഷമ കാണിക്കുന്നവരാണ്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവ് താമസിക്കുന്നതെന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതും ദൈവത്തിൻ്റെ സ്നേഹത്തെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇവിടെ ഈ ദൂതന്മാർ ദൈവത്തിൻ്റെ നിർദ്ദേശാനുസരണം ലോത്തിൻ്റെ കൈക്ക് പിടിക്കുന്നു. മറ്റേ കൈ അതേ തൻ്റെ ഭാര്യയുടെ കൈക്ക് പിടിക്കുന്നു. അടുത്ത ദൂതൻ ഒരു മകളുടെ കൈക്ക് പിടിക്കുമ്പോൾ അതേ തൻ്റെ മറ്റേ കൈ കൊണ്ട് അടുത്ത മകളെയും പിടിച്ച് അതെ ഇവർ ഈ ലോത്തിനെയും കുടുംബത്തെയും ഈ നാശപട്ടണം വിട്ടുപോകുവാൻ അവരെ സഹായിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഈ ദൂതന്മാർ പ്രതിനിധീകരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മീക നന്മകൾ ഓരോന്നും തന്നെ നമുക്ക് ദൈവവചനം അനുസരിപ്പാൻ, ദൈവം നമ്മളോട് പറഞ്ഞ കാര്യങ്ങളെ അനുസരിപ്പാൻ നമ്മളെ പ്രാപ്തരാക്കുന്നതാണ്. അതുകൊണ്ട് എന്നെ സഹായിപ്പാൻ ആരുമില്ല എന്ന് ആരും ചിന്തിക്കേണ്ട. എന്നെ സഹായിക്കാനോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടതായ നിർദ്ദേശങ്ങൾ നൽകാനോ ഉപദേശങ്ങൾ നൽകാനോ വഴി കാണിക്കുവാനോ ആരുമില്ല എന്ന് ആരും കരുതണ്ട. അതേ ദൈവം തൻ്റെ ദൂതന്മാരായ സേവകാത്മാക്കളെ നമുക്ക് നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മെ ശുശ്രൂഷിപ്പാൻ കഴിവുള്ളതായ ദൈവദാസന്മാരെയും ദൈവമക്കളെയും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുകൊണ്ട് അതേ എബ്രായ ലേഖനകാരൻ പറയുന്നത്, ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുകൊണ്ട് നമ്മുടെ ഭാരവും പാപവും ഒക്കെ വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടോടുക, വിശ്വാസ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക, അതേ ആ ലാക്കിലേക്ക് ഓടുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുകയാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് നമ്മളെ തന്നെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. അതെ, നമ്മെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്, നമ്മെ സഹായിക്കുന്ന ഹെവലി ബീയിങ്സ് ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട്, നമ്മെ സഹായിക്കുന്ന അതേ ദൈവമക്കളുണ്ട്, ദൈവത്തിൻ്റെ സമൂഹമുണ്ട്, ദൈവസഭയുണ്ട്, അതേ ഫെലോഷിപ്പുണ്ട്. അതിനാൽ നമുക്ക് നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഞങ്ങൾ എത്രത്തോളം ഭാഗ്യമുള്ളവരാണ്. ദൈവം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ ആത്മീയമായ പരിതസ്ഥിതികൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങളോടുകൂടെ സ്വർഗീയമായ സൈന്യമുണ്ട്, ഞങ്ങളെ സഹായിക്കുന്ന ദൂതന്മാരുണ്ട്, ഞങ്ങളെ സഹായിക്കുന്ന ശുശ്രൂഷകന്മാരുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതെ, ലോത്തിനെയും കുടുംബത്തെയും സഹായിച്ച പോലെ തന്നെ ഞങ്ങളെ സഹായിപ്പാൻ അവർ സന്നദ്ധരായി നിൽപ്പുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ പൂർണ്ണമായും സമർപ്പിച്ച് മുന്നോട്ട് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.
ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കുക. ആത്മീയമായി കൂട്ടായ്മയ്ക്ക് അതേ ദൈവവചനത്തിൻ്റെ പഠനത്തിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിന് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ആൾ.